But thank God for this opportunity, for this platform, and so many people coming. Thank you especially for your prayers. Please continue to do that, because this is the first time I've been doing something like this. So please do continue and remember me in your prayers also. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ ആദ്യമായിട്ട് എടുക്കുക ആയതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. So we will recap what we did last week. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഒന്ന് ആവർത്തനം ചെയ്താൽ, we saw from verses 1 to 11, James chapter 1 verses 1 to 11. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാനായിട്ട് ഇടയായത്. We started with saying that this is a letter, an epistle written, a gentle epistle written to the dispersed, scattered people who were persecuted, who were all around other parts of Israel, or the out of Israel. നമ്മൾ കണ്ടു 1-ാമത്തെ വാക്യത്തിൽ ചിതറിപ്പാർക്കുന്നതായിരിക്കുന്ന മറ്റ് വിവിധമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് രേഖപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. And James said that you need to count this, your trials or the test that you go, as joy. You need to count your blessings, count it as a blessing, and ultimately count it as a joy. And it is not just your happiness. നമ്മള് യാക്കോബിയോട് പറയുന്നത്, നിങ്ങളുടെ വിവിധമായിരിക്കുന്ന പരീക്ഷകൾ അത് അശേഷം സന്തോഷം എന്നെണ്ണണം. അത് കേവലം ഒരു സന്തോഷം എന്നുള്ള ജോയ് എന്നുള്ള നിലയിലല്ല, സന്തോഷം എന്ന നിലയിൽ തന്നെ നമ്മൾ ആ വിഷയം കാണണം എന്നാണ് പറയുന്നത്. Then we saw that trials are certain, happens to everyone, and it is numerous, and there are there are different kinds of trials that everyone is going to face. എല്ലാ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കുന്ന പരീക്ഷകൾ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് വളരെ വ്യത്യസ്തമായതായിരിക്കും. We also saw that why trials happen, for 3 basic reasons: for our maturity, for our correction, and also for our direction. നമ്മൾ കണ്ടു, നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പരീക്ഷകൾ സംഭവിക്കുന്നത്. ഒന്ന്, നമുക്ക് പൂർണ്ണ വളർച്ച ലഭിക്കാനായിട്ട്, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശരിയാക്കാനായിട്ട്, നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഗതി നമുക്ക് കാണുവാനായിട്ട്. We also saw ultimately saying that many times when we go to such trials, it brings them closer to God than when we are going more in our good times. നാം വളരെ നന്നായിട്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ വളരെയധികം നാം പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് അടുക്കുന്നത് എന്ന് നാം ഓർക്കുകയുണ്ടായി. Then we said, why our faith is being tested? Why is it tested ultimately? നമ്മുടെ വിശ്വാസം എന്തുകൊണ്ടാണ് പരിശോധിക്കപ്പെടുന്നത്? We saw that ultimately it is not for God to know, but rather for us to know where we stand, and for others to know where we stand in our faith. അത് ദൈവത്തിന് നമ്മെ കുറിച്ച് അറിയാനായിട്ടുള്ളതല്ല, മറ്റുള്ളവർക്ക് നാം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത് എന്നറിയുവാനായിട്ടാണ് നാം വിവിധമായിരിക്കുന്ന പരിശോധനകൾ കൂടെ കടന്നു പോകുന്നത്. Then we saw about wisdom, and we said what was the difference between wisdom, knowledge, and understanding. And we said ultimately what matters is heavenly wisdom. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ കാണാനായിട്ടിടയായി. ആത്യന്തികമായി ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗീയ ജ്ഞാനം ആണ്. We saw that God gives wisdom to all. He gives it generously, and he gives it without reproach. ദൈവം ധാരാളമായിട്ട് എല്ലാവർക്കും ജ്ഞാനം കൊടുക്കുന്നു. അത് യാതൊരു നിന്ദയോ അല്ലെ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെയാണ് ദൈവം അവർക്ക് അത് കൊടുക്കുന്നത്. Then we saw our prayer that you can ask, but when you ask, you should not be double-minded. You should ask without doubting. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഇരുമനസ്സുള്ളവരാകാതെ സംശയിക്കാതെ വേണം നാം പ്രാർത്ഥിക്കാനായിട്ട്. Then we saw about rich and poor, where what James is talking about. The rich should not be prideful about the status they are, rather than they should be keep their focus on things that are heavenly. നാം പിന്നെ ധനവാനെയും എളിയ സഹോദരനെ കുറിച്ച് ഓർത്തു. ധനവാൻ താൻ തനിക്കുള്ളതായിരിക്കുന്ന അവസ്ഥയിൽ ഞെളിയരുത് എന്ന് നമ്മൾ കണ്ടു, എളിമപ്പെടണം എന്ന് കണ്ടു. At the same time, we saw the poor, though they might be poor in this world, they have great riches in heaven. എളിയ സഹോദരൻ തനിക്ക് ദൈവസന്നിധിയിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് ഓർത്ത് അതിൽ സന്തോഷിക്കണം.
Then we've ultimately said that all this test and what we said trials brings testimonies in our life that we see in different people's life. That ultimately what happens in our life. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരിശോധനകൾ, പരീക്ഷകൾ അതെല്ലാം ആത്യന്തികമായി നമ്മുടെ സാക്ഷ്യമായിട്ട് മറ്റുള്ളവർ കാണുവാനായിട്ട് ഇടയാകും. Yeah. So then we moved on. We'll move on today from verses 12 to 18. Someone can read verses 12 to 18. 12-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടഹേതുവായ സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. So this portion basically talks about when we saw trials, then we moved on to temptations. നാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാസ്തവത്തിൽ പരിശോധന എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. പക്ഷേ ഇവിടെ പരീക്ഷ എന്ന വിഷയമാണ് നാം കാണുവാനായിട്ട് പോകുന്നത്. Before that, you see what is mentioned in verse 12. 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാം. It is actually something between trials from till verse 11 and temptation, what explains more in verse 13. വാസ്തവത്തിൽ ആദ്യത്തെ വാക്യങ്ങളിൽ പരീക്ഷയെ കുറിച്ചാകുമ്പോൾ 12-ാം വാക്യത്തിൽ തുടങ്ങിയുള്ളത് വാസ്തവത്തിൽ പ്രലോഭനം എന്ന അർത്ഥത്തിലുള്ള പരീക്ഷയെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രലോഭനം. James says he endures temptation. The person who endures temptation will be approved and receive the crown of life. മലയാളത്തിൽ 12-ാം വാക്യത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നതിനെ തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. Last time we saw that the word in the original for test, trials, temptation, everything, the word is the same. വാസ്തവത്തിൽ പരീക്ഷ, പരിശോധന, അത് പ്രലോഭനം, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് അത് ഗ്രീക്കിൽ ഒരു വാക്ക് തന്നെയാണ്. The context determines what is the meaning. Is it a trial or whether it's a temptation? അതിന്റെ സാഹചര്യം അനുസരിച്ചാണ് അത് ഏതാണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കപ്പെടുന്നത്. So in such a situation, when we face a situation, how do we differentiate between them? Do we understand in our situation, is it a test or is it a temptation in our life? വാസ്തവത്തിൽ ഈ അർത്ഥത്തിൽ നാം വായിക്കുന്ന 12 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പരീക്ഷ അതാണോ പരിശോധനയാണോ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലെ പ്രലോഭനമാണോ, ഏതാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? We also saw last time what we mentioned is trials are given by God. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു പരീക്ഷകൾ അത് ദൈവമാണ് നമുക്ക് നൽകുന്നത്. But we also mentioned that temptation does not come from God. എന്നാൽ നമുക്കുള്ളതായിരിക്കുന്ന പ്രലോഭനം അത് ദൈവത്തിൽ നിന്നല്ല വരുന്നത്. But even temptations are approved or it goes through the hands of God. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കുള്ളതായിരിക്കുന്ന പ്രലോഭനങ്ങൾ അത് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ കരങ്ങളിലൂടെയാണ് അത് നമ്മിലേക്ക് വരുന്നത്. Today when we sang the song in the Taadan Ariyade, we also mentioned the same thing. നമ്മൾ ഇന്ന് പാടിയതായിരിക്കുന്ന പാട്ടിലും അത് തന്നെയാണ് നാം ഓർക്കാൻ ഇടയായത്. So there actually George Cushing to the background to the story when he was writing this song as he was going to a particular situation. He is going for his test to Bombay. താൻ ഈ പാട്ട് ജോർജ് ഘോഷ് ബ്രദർ ഈ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം താൻ ഒരു ടെസ്റ്റിനായിട്ട് ബോംബെക്ക് പോവുകയായിരുന്നു. In that particular situation, he was writing that without my God knowing, nothing comes out in my life. ആ സാഹചര്യത്തിലാണ് താൻ എഴുതിയത്, എന്റെ ദൈവം അറിയാതെ, താതൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. So it can be a test when if you despair, if you feel sad, if you feel disappointed, it can be a test to you. But if you fall into that, you enter into temptation. വാസ്തവത്തിൽ
നമുക്ക് ആ വ്യത്യസ്തമായിരിക്കുന്ന വളരെ മാനസികമായി താഴ്ന്ന അവസ്ഥയിലൂടെ ഒക്കെ പോകുമ്പോൾ ഒരുപക്ഷെ അതൊരു പരീക്ഷയായിട്ട് നമുക്ക് വന്നു അതിനെ വിജയിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഒരു പ്രലോഭനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. A simple word to put it, trial is always something that can develop you. ശരിയായിട്ട് പറഞ്ഞാൽ പരീക്ഷകൾ അത് നമ്മെ കൂടുതൽ നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് അതിടയാകും. But temptation is something that can destroy you. എന്നാൽ നമുക്കുള്ളതായിരിക്കുന്ന പ്രലോഭനങ്ങൾ അത് നമ്മെ നശിപ്പിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. But God can use both your trial and your temptation to mature you. എന്നാൽ നമുക്കുണ്ടാകുന്ന പരീക്ഷകളും പ്രലോഭനങ്ങളും അത് രണ്ടും ദൈവം നമ്മെ കൂടുതൽ വാസ്തവത്തിൽ പൂർണ്ണ വളർച്ചയിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് ഇടയാകും. Here in verse 12, James says that to them who perseveres and goes through it, to him he will get the crown of life. ഇവിടെ നമ്മൾ വായിക്കുന്നു, അങ്ങനെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ തനിക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. The whole verse is written in a beatitude style, as we see in Matthew chapter 5. ഇത് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷത്തിൽ തന്റെ തിരുവായ് മൊഴികൾ ആ സ്റ്റൈലിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. He says that you will receive the crown of life. What is the crown of life? എന്താണ് ജീവകിരീടം? We know there are 5 crowns. So out of that, one, what the crown is, the crown of life. വാസ്തവത്തിൽ നമുക്കറിയാം 5 വ്യത്യസ്തമായ കിരീടങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ജീവകിരീടം. The other portion that you see the crown of life mentioned is actually in the church of Smyrna in Revelation chapter 2 verse 10. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ സ്മുർന്നയിലെ സഭാദൂതൻ എഴുതുമ്പോൾ താൻ അവിടെ ജീവകിരീടത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. You see, this is written to a church that is persecuted, martyrs, people have gone through trials, they were persecuted, they were in prison, and to that church he is writing that we go through it, you will receive the crown of life. ഇത് എഴുതുന്നത് സ്മുർന എന്ന് പറയുന്ന സഭ അത് പീഡനത്തിലൂടെ കടന്നുപോയതായിരിക്കുന്ന സഭയാണ്. ആ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ പീഡനത്തിലൂടെ കടന്നുപോയാൽ ഒരുപക്ഷെ രക്തസാക്ഷികളായാൽ നിങ്ങൾക്ക് ജീവകിരീടം പ്രാപിക്കാനിടയാവും. The crown that is mentioned is not talking about the physical crown which you see the kings or the princesses wear. അവിടെ കാണുന്നതായിരിക്കുന്ന ആ കിരീടം അത് ഒരു ഫിസിക്കലായിട്ടുള്ളതായിരിക്കുന്ന ഒരു കിരീടമല്ല. But rather it is a prize that is received in the olden times. You have games, the public games or the Greek Olympics and all. So there is you have probably something given there, but rather it is the honor that is received after you win or that particular race. പണ്ടുകാലങ്ങളിലൊക്കെ ഒളിമ്പിക്സിലും അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ ജയിക്കുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന സമ്മാനം അതാണ് ഇവിടെ പറയുന്നതായിരിക്കും ജീവകിരീടം. The words in the original says the Stephanos, but maybe we get the word Stephen, means to the victor's prize. അത് ആ വാക്ക് സ്റ്റെഫനോസ് എന്ന വാക്കിന്റെ അർത്ഥം വിജയികൾക്ക് ലഭിക്കുന്നതായിരിക്കുന്ന കിരീടം എന്നാണ്. So when you go through this particular trial, when you go through this temptation, ultimately you are blessed because you will be the victor ultimately when you persevere, when you endure to work. വാസ്തവത്തിൽ ഇങ്ങനെ പരീക്ഷയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അത് നാം സഹിച്ചാൽ കൊള്ളാകുന്നവനെ തെളിഞ്ഞാൽ നമുക്ക് ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് ഇടയാകും. But another interesting word that is mentioned in verse 12. 12-ാം വാക്യത്തിൽ വേറൊരു പ്രത്യേകമായിരിക്കുന്ന വാക്ക് is that who receives is to one who God has promised, and to those who love him. Which is a lot അവിടെ വായിക്കുന്ന കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ആണ് ഇത് ലഭിക്കുന്നത്. When we go through a particular temptation, what is the reason that we don't fall, or why we don't give in to that particular temptation? നാം ഏതെങ്കിലും ഒരു പരീക്ഷ അല്ലെ പ്രലോഭനത്തിലൂടെ കടന്നുപോയാൽ എന്തുകൊണ്ടാണ് നാം അതിൽ വീഴാതിരിക്കുന്നത്? Suppose I am writing the examination, I don't know the answer. I am tempted to cheat in that examination, but I don't cheat in that examination because I have a fear of being caught.
നാം ചിലപ്പോൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അവർ പരീക്ഷ എഴുതുമ്പോൾ ഉത്തരം അറിഞ്ഞുകൂടാ എങ്കിൽ ആ ഉത്തരം ഏതെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ ആ ഉത്തരം കണ്ടുപിടിച്ച് എഴുതാനായിട്ട് ശ്രമിക്കാം ഇടയുണ്ട്. പക്ഷേ അത് ചെയ്യാതിരിക്കുന്നത് പിടിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന ഭയം കൊണ്ടാണ്. Or probably I don't particular steal something when I go to the supermarket because I am fearful that I will again be caught or I'll be put to shame. മറ്റൊരു സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഞാനൊന്നും മോഷ്ടിക്കാതെ ആരെങ്കിലും മോഷ്ടിക്കാതിരിക്കുന്നെങ്കിൽ അതിന്റെ ഒരു കാരണം ഒരുപക്ഷെ താൻ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാവാം. So is it that I do not do or succumb to the particular temptation because of the consequences I know or because I will lose my face? അതുകൊണ്ടാണോ ഞാൻ കാര്യം ചെയ്യാത്തത്? അതിന്റെ ഉള്ളതായിരിക്കും പ്രത്യാഘാതത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് അതാണോ എന്നെ ആ കാര്യം ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കാത്തത്? What James is saying here is not because of that, it's because I love the Lord. That is the reason I am able to persevere, not because of the consequence. അതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ളതായിരിക്കുന്ന അനന്തരഫലത്തെ കുറിച്ച് ഓർത്തിട്ടല്ല ഇവിടെ യാക്കോബ് പറയുന്നത് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. We often need to remember that whenever there is a boundary, there's always something within us that says, I want to break that boundary. ഏതെങ്കിലും ഒരു അതിര് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു താല്പര്യം ഉണ്ടാവും ആ അതിരുകളെ ലംഘിക്കണം എന്നുള്ളത്. Generally, the world says rules are meant to be broken. ചിലപ്പോൾ ഈ ലോകം പറയും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അത് തെറ്റിക്കാനായിട്ടാണ് എന്ന് പറയും. We know that happened even in the Garden of Eden. That you could have all of it, but this particular tree of good and evil, you shall not have. അവിടെ ഏദൻ തോട്ടത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. എല്ലാം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ ആ ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം അത് കഴിക്കരുത്. Moving on to temptation. നാം പ്രലോഭനത്തിലേക്ക് തിരിച്ചു പോയാൽ, when we say about temptation, do we understand is that a good thing or a bad thing? അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രലോഭനങ്ങൾ അത് നല്ലതാണോ മോശമാണോ? Let's see what the world says, or what does the world think about the word temptation. Temptation എന്ന വാക്ക്, പ്രലോഭനം എന്ന വാക്കിനെ കുറിച്ച് ഈ ലോകം എന്താണ് പറയുന്നത്? We know when we say temptation, there are a lot of lust, a lot of evil things that comes to our mind when we talk about lies, when we talk about sexual sin, we talk about selfishness, greed, so many things that comes to our mind when we say temptation. നാം ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന മോഹങ്ങൾ, മറ്റ് വിധമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാനായിട്ടിടയാവും. But even in the world, they use temptation even for their ads. എന്നാൽ ഈ ലോകം അവരുടെ പരസ്യങ്ങൾക്കും ടെംപ്റ്റേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. Axe effect has this particular flavor called dark temptation that if you apply it, everyone will be attracted towards you. ആക്സ് എന്ന ആ സെന്റിന്റെ പരസ്യത്തിൽ ഡാർക്ക് ടെംപ്റ്റേഷൻ എന്നൊരു വാക്കുണ്ട്. അത് ഉപയോഗിച്ചാൽ എല്ലാവരെയും നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. Another thing is you have Cadbury's using the word temptation where you cannot resist this, you cannot keep away from this. കാഡ്ബറിക്കും അങ്ങനെയുള്ള ഒരു പരസ്യമുണ്ട്. So generally we understand this as a negative connotation, but we also understand this is where the world is also saying that you cannot resist this, you cannot keep away this, and this is a good thing. Probably people will be tempted by you, but that is a good thing. That is how the world shows the word temptation. വാസ്തവത്തിൽ ലോകം ഈ വാക്ക് ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് നല്ലതായിട്ട്, ചില കാര്യങ്ങളൊക്കെ നല്ലതായിട്ടാണ് അത് അവരെ കാണിക്കുന്നത്. So today we will be looking at mainly 3 points. ഇന്ന് നാം ആ വിഷയത്തെക്കുറിച്ച് 3 കാര്യങ്ങളാണ് നാം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. We will be looking at the source, the course and the resource. നാം ഇന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് അതിന്റെ മാർഗത്തെ കുറിച്ച്, സോഴ്സ് അല്ല, അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അതിന്റെ ഗതിയെ കുറിച്ചും അതിനാവശ്യമായിരിക്കുന്ന റിസോഴ്സസിനെ കുറിച്ച്, നമ്മൾ അതിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. So we'll start with the source of temptation. അതിന്റെ എവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ പ്രലോഭനം ഉണ്ടാകുന്നത്? We often know that it is from Satan. So, but we generally think, is it from God? Is it from temptation? Because we're not sure whether this is a trial or this is a temptation.
So if we're confused about temptation, what is the source? നാം വാസ്തവത്തിൽ ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പം അത് സാത്താനിൽ നിന്നാണോ അതോ ദൈവത്തിൽ നിന്നാണോ അത് പരീക്ഷയാണോ പ്രലോഭനമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. So then we say, who is ultimately to blame for this temptation? ആരെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ബ്ലെയിം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? We know that source of temptation, we read in 1 John 2:16 that the lust of the flesh, the lust of the eyes, and the pride of life is source of what ultimately leads into temptation. നാം യോഹന്നാന്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അതൊക്കെയാണ് ഒരുവനെ പ്രലോഭിപ്പിക്കുന്നതായിരിക്കുന്ന വിഷയങ്ങൾ. Generally, temptation comes from sin. Its source is from Satan. സാധാരണഗതിയിൽ പ്രലോഭനങ്ങൾ എപ്പോഴും വരുന്നത് സാത്താനിൽ നിന്നാണ്. And ultimately, the purpose of temptation is to destroy you. അതിന്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം, സാത്താന്റെ ലക്ഷ്യം നമ്മെ നശിപ്പിക്കുക എന്നുള്ളതാണ്. But it is also because of our nature within ourselves that we are able, or we are turned or tuned to fall into that particular temptation. എന്നാൽ അത് നമ്മുടെ ഉള്ളിലുള്ളതായ നമ്മുടെ ജഡസ്വഭാവം, അതുകൊണ്ടാണ് നാം ആ സാത്താന്റെ പ്രലോഭനങ്ങളിൽ നാം വശംവദരായി തീരുന്നത്. Who is generally tempted? ആരാണ് സാധാരണഗതിയിൽ പ്രലോഭനങ്ങൾക്ക് വിധേയരാകുന്നത്? Generally, you find a new believer saying that, yes, I'm saved, I'm a born again child of God, I have a good life. He has a very good beginning generally in his life. സാധാരണഗതിയിൽ ഒരുവൻ കർത്താവിന്റെ മകനായി തീരുമ്പോൾ, താൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവനൊരു പുതിയ നല്ല ഒരു ആരംഭം അവന് പറയാനുണ്ടാവും. But then later point of time, he comes to a point when then he falls into a sin, then he feels very guilty about the sin. Then he starts questioning his very salvation. Am I really saved? Because I again fell into this particular temptation. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഒരുപക്ഷെ താൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പാപത്തിൽ താൻ അകപ്പെടുമ്പോൾ താൻ തന്നെ ചോദ്യം ചെയ്യും, ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണോ എന്നുള്ളതായ സംശയം താൻ ഉയർത്തുവാൻ സാധ്യതയുണ്ട്. But this very question itself answers the fact that he is saved, because he is never comfortable after being tempted. അവൻ അങ്ങനെയുള്ള ചോദ്യം തന്നോട് ചോദിക്കുന്നു എന്നുള്ളത് തന്നെ താൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രഥമമായിരിക്കുന്ന തെളിവാണ്. That is not a license for us to sin when you are being tempted. നാം അങ്ങനെ പ്രലോഭനത്തിലാകുമ്പോൾ പാപം ചെയ്യാനായിട്ട് നമുക്കൊരു അത് നമ്മെ അനുവദിക്കുന്നില്ല. But we always understand that everyone is tempted, whether you're a believer or non-believer, you're all tempted. But only a believer feels some pricking in himself when he falls into temptation. എല്ലാവർക്കും, വിശ്വാസിക്കും അവിശ്വാസിക്കും അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു വിശ്വാസിക്ക് മാത്രമേ അങ്ങനെയുള്ളതായിരിക്കും പ്രലോഭനങ്ങൾ അകപ്പെട്ട് കഴിയുമ്പോൾ തന്റെ ഉള്ളിൽ ഒരു കുത്തുവാനായിട്ട്, ഹൃദയത്തിൽ കൊള്ളുവാനായിട്ട് ഇടയാകുകയുള്ളൂ. In Matthew, we read Jesus' Lord's Prayer, and Jesus says that lead us not into temptation. പരീക്ഷയിൽ അകപ്പെടുത്തരുത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. So if God is not the source of temptation, why does he say lead us not into temptation? കർത്താവ് താനല്ല ഈ പ്രലോഭനങ്ങളുടെ ആരംഭം എങ്കിൽ, അതിന്റെ തുടക്കമെങ്കിൽ, പിന്നെ താൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രലോഭനങ്ങൾ അകപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നത്? In simple word, what Jesus' prayer meant was, let not this trial lead me into temptation. അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഈ പരീക്ഷ അത് എന്നെ യാതൊരു പ്രലോഭനത്തിലേക്കും എന്നെ വഴി വിടരുത് എന്നാണ്. Always keep yourself on guard when you go through temptation. എപ്പോഴും നാം പ്രലോഭനങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. In Hebrews 4:15, we read that the high priest, Jesus Christ, was tempted like we all were tempted in every particular way, but yet he was without sin. നാം എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ മഹാപുരോഹിതൻ നമ്മോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന കാര്യം, നാം കടന്നുപോയ എല്ലാ അനുഭവങ്ങളിലൂടെയും നമ്മുടെ കർത്താവ് കടന്നുപോയി എന്നുള്ളതാണ്. So when we come to the blame game about temptation, it started even very beginning in the Garden of Eden. വാസ്തവത്തിൽ ആരെയാണ് ഇതിന് കുറ്റം പറയേണ്ടത് എന്നുള്ളതായിരിക്കുന്ന ചിന്ത അത് ഏദൻ തോട്ടത്തിൽ തന്നെ ആരംഭിച്ചതാണ്.
When Adam was asked by God, why do you feel you're naked? He blamed Eve. വാസ്തവത്തിൽ ആദമിനോട് ദൈവം ചോദിച്ചു, നീ എന്താണ് നഗ്നനായിരിക്കുന്നത് ചോദിച്ചപ്പോ താൻ ആദം ഹവ്വയെ അതിനെ കുറ്റപ്പെടുത്തുകയുണ്ടായി. And when Eve was asked, she blamed it on the serpent. ഹവ്വയോട് ചോദിച്ചപ്പോ താൻ സർപ്പത്തിനെ കുറ്റപ്പെടുത്തുകയുണ്ടായി. So ultimately they were all blaming God for the entire thing. അതിന്റെ ആത്യന്തികമായിട്ട് അവർ മൂന്നുപേരും ചെയ്തത് വാസ്തവത്തിൽ ദൈവത്തെ അവർ കുറ്റപ്പെടുത്തുകയായിരുന്നു. Because Adam said that this lady whom you gave it to me and I had it. വാസ്തവത്തിൽ ആദം പറഞ്ഞത്, നീ തന്നതായിരിക്കുന്ന ഈ സ്ത്രീ അവളാണ് ഇതിനൊക്കെ കാരണക്കാരത്തി എന്നാണ്. We always need to understand the source is from Satan, but he uses us to fall into temptation. വാസ്തവത്തിൽ ഇവിടെ സാത്താനാണ് അതിന്റെ മുഖാന്തരം എങ്കിലും നാം പലപ്പോഴും തന്റെ പ്രലോഭനങ്ങളിൽ നാം വശമതരായി തീരുകയാണ് ചെയ്യപ്പെടുന്നത്. Our God who is holy cannot tempt. നമ്മുടെ ദൈവം താൻ പരിശുദ്ധനാകിയാൽ ആരെയും പ്രലോഭിപ്പിക്കുവാനായിട്ട് തനിക്ക് കഴിയുകയില്ല. In Hosea it says that his eyes is too holy to look even into sin. ഹോശേയ പ്രവചനം നമ്മൾ വായിക്കുന്നു, തന്റെ കണ്ണുകൾ അത് അത്ര പരിശുദ്ധമാകിയാൽ തനിക്ക് പാപത്തെ കാണുവാൻ പോലും സാധ്യമാകുകയില്ല. So the source of temptation is ultimately Satan. അതുകൊണ്ട് പ്രലോഭനങ്ങളുടെ അത് ആരംഭിക്കുന്നത് സാത്താനിൽ നിന്നാണ്. Moving on to the course or the roadmap of temptation. വാസ്തവത്തിൽ ഈ പ്രലോഭനങ്ങളുടെ ഗതിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ there are certain letters. I've started everything with the letter D. We find it even from our very context. The course of temptation, there are certain D's you will find from verse 14 onwards. വാസ്തവത്തിൽ ഈ പ്രലോഭനങ്ങളുടെ ഗതിയെ കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഡി എന്ന പദത്താൽ ആരംഭിക്കുന്ന പല വാക്കുകൾ നമുക്ക് 12ാം വാക്യം മുതൽ കാണുവാനായിട്ട് സാധിക്കും. It starts with desire. അവിടെ ഡിസയർ അഥവാ ഇഷ്ടം ഉള്ള വാക്ക് നമുക്ക് കാണാൻ കഴിയും. Is desire a good thing or a bad thing? ഇഷ്ടം അത് നല്ലതോ നല്ലതല്ലാത്തതോ? We said in 1 John 2, in some versions it says that the desire of the flesh or the desire of the eyes is another word used there. അവിടെ യോഹന്നാന്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ അവിടെ ജഡമോഹം കൺമോഹം എന്നൊക്കെ പറയുന്നിടത്ത് ഡിസയർ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇഷ്ടം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. When you and me desire to do well in our academics, in our profession, that is also a good thing. So is it always good or is it always bad? ഈ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതോ അല്ലെങ്കിൽ എപ്പോഴും മോശമായതോ ആണോ? നാം ഒരുപക്ഷെ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം, അത് ആ ആഗ്രഹം എപ്പോഴും അത് നല്ലത് തന്നെയാണ്. Generally your desires are good, but it has to be channeled in the right way. നമ്മുടെ ആഗ്രഹങ്ങൾ അത് സാധാരണഗതിയിൽ നല്ലതാണ്, പക്ഷേ അത് ശരിയായ ദിശയിൽ അത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. Having a desire is not a sin. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരു തെറ്റല്ല. But what Satan is doing here, we read in verse 14 is in verse 14 onwards that he is tempted. When he is tempted, he is drawn away by his own desires. എന്നാൽ നമ്മൾ 14-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. So every person is being tempted based on what his particular weakness is. ഓരോ വ്യക്തികളും താൻ വശീകരിക്കപ്പെടുന്ന അല്ലെ പ്രലോഭനങ്ങൾ അകപ്പെടുന്നത് അവരവർക്കുള്ളതായിരിക്കുന്ന ഏത് ഭാഗത്താണ് ബലഹീനത അതിനോട് ബന്ധിച്ചായിരിക്കും ഉണ്ടാവുക. My weakness might not be your weakness. എന്റെ ബലഹീനത ആയിരിക്കത്തില്ല മറ്റുള്ളവരുടെ ബലഹീനത. Just look into Jesus' temptation. We read that in Matthew 4 and Luke 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരീക്ഷയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ you and me might never be tempted to turn stone into bread. നമ്മെ ഒരിക്കലും കല്ല് അപ്പമാകാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു പരീക്ഷ സാത്താൻ നമുക്ക് നൽകുകയില്ല. Because that is not our weakness and that is not our nature to convert that into this. That is not our nature.
നമ്മുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. So, but what is our nature? Accordingly, Satan will tempt you based on your particular vehicle, based on your particular nature. He will tempt you. എന്നാൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, അതിനെ ആശ്രയിച്ചാണ് സാത്താൻ നമ്മെ നമ്മെ ടെംപ്റ്റ് ചെയ്യുന്നത്. Always understand that it starts with something very, very small. സാധാരണഗതിയിൽ അത് വളരെ ചെറിയ ഒരു കാര്യത്തിൽ നിന്നായിരിക്കും അങ്ങനെയുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. And then it moves up. അത് പിന്നെ വർദ്ധിക്കും. Next is after desire is deception. അതിനുശേഷം അങ്ങനെയുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് ശേഷം നാം ചതിയിൽ, വഞ്ചനയിൽ അകപ്പെടുകയാണ്. So when you go into deception, it is more like a trap. നമ്മൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ചതി എന്ന് പറയുന്നത് അതൊരു കെണിയാണ്. So is the deception a sin? അങ്ങനെയുള്ളതായിരിക്കുന്ന ചതി അതിൽ അകപ്പെടുന്നത് ഒരു പാപമാണോ? Yet it is not a sin. Even at deception stage, it is still not a sin. നാം അങ്ങനെ ഒരു ചതിയിൽ അകപ്പെട്ടു എന്നുള്ളതും അതിൽ തന്നെ ഒരു പാപമല്ല. What is deception? Deception is basically a false promise given by Satan that if you do this, you will get this. Example you take for Eve, what she was being tempted to have this so that you shall be like God. വാസ്തവത്തിൽ ചതി എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഹവ്വയെ സാത്താൻ ഹവ്വയോട് പറഞ്ഞു, അഥവാ പാമ്പ് ഹവ്വയോട് പറഞ്ഞു, നീ ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞതുപോലെ വാസ്തവമല്ലാത്ത ഒരു കാര്യം നമ്മോട് ഒരാൾ പറയുന്നതാണ് വാസ്തവത്തിൽ ചതി എന്ന് പറയുന്നത്. The word used here is enticed or word trapped. That is used. ഇവിടെ ഉപയോഗിക്കുന്നതായിരിക്കുന്ന വാക്ക് enticed അഥവാ വശീകരിക്കപ്പെടുക എന്നുള്ളതായിരിക്കുന്ന ആ വാക്കാണ്. Another good example is of when you go fishing. നാം അതിന്റെ വേറൊരു ഉദാഹരണമാണ് നാം മീൻ പിടിക്കാനായിട്ട് പോകുന്നതായിരിക്കുന്ന സമയം. Very recently I got to know that when you go fishing, the kind of bait that you use is different based on which type of fish you want to get. സാധാരണ അടുത്ത കാലത്താണ് മനസ്സിലായത് ഇങ്ങനെ വെക്കുന്നതായിരിക്കുന്ന ആ ചൂണ്ടയിൽ കൊളുത്തുന്നതായിരിക്കുന്ന ആ മീൻ അഥവാ അതിനുള്ളതായിരിക്കുന്ന ഭക്ഷണം അത് ഓരോ മീനിനും വ്യത്യസ്തമായ നിലയിലായിരിക്കും അങ്ങനെ ആ ചൂണ്ടയിൽ കൊളുത്തി വെക്കുന്നത്. Generally my understanding is you put worms, you put that in this, you put a small piece of bread or something, then you give that. But that also, when he uses this term, that is also customized based on what kind of fish you're fishing for. നമ്മൾ സാധാരണ ഗതിയിൽ വിചാരിക്കും എന്തെങ്കിലും ഒരു പുഴുവിനെയോ എന്തെങ്കിലും വെച്ചാൽ മതിയാകും. അങ്ങനെയല്ല, ഏതു തരം മീനിനെ നമുക്ക് ലഭിക്കണമോ അതനുസരിച്ച് വേണം ആ ചൂണ്ടയിൽ അതിനുള്ളതായിരിക്കുന്ന കെണി വെക്കുവാനായിട്ട്. So here a false promise is given, a deception is given, where you are being hooked and then you are being enticed into something. വാസ്തവത്തിൽ ഇവിടെ കളവായ വാഗ്ദാനങ്ങൾ നൽകി നമ്മെ അതിലേക്ക് ആകർഷിച്ച് നമ്മെ വശീകരിക്കുകയാണ് ചെയ്യുന്നത്. We generally always say the example of David and how he fell into sin and adultery and murder ultimately with Bathsheba. വാസ്തവത്തിൽ ബത്ശേബയുടെ കാര്യത്തിൽ ദാവീദിനുണ്ടായതായിരിക്കുന്ന കാര്യം താൻ എങ്ങനെയാണ് ആ വലിയ പാപം ചെയ്യുവാനായിട്ട് ഇടയായത് എന്നുള്ളത് നമുക്കറിയാം. She saw, but he had an option to say no, but he did not say no. താനത് കണ്ടു, പക്ഷേ അതിനോട് തനിക്ക് പ്രതികൂലമായിട്ട് പ്രതികരിക്കുവാൻ സാധിക്കുമായിരുന്നു, പക്ഷേ താൻ അങ്ങനെ പ്രതികരിച്ചില്ല. Often the example in Proverbs it's a very luring and very sexual example given of a prostitute who's luring you, who's connecting you and who wants to take you away. സദൃശവാക്യങ്ങളിൽ വേശ്യ ഒരുവനെ വശീകരിക്കുന്നതിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. So deception in itself, at that point of deception, is not a sin. നാം ഒരു ചതിയിൽ അകപ്പെടുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന സമയം അത് അതിൽ തന്നെ ഒരു പാപമല്ല. Then it moves to the next day in going to decision. എന്നാൽ അതിനുശേഷം നാം അതിന് ഒരു തീരുമാനത്തിലേക്ക് നാം വരുന്ന അടുത്ത സ്ഥാനത്തേക്ക് നാം വരികയാണ്. This is the point of sin. അതാണ് പാപം അവിടെയാണ് പാപം ഇരിക്കുന്നത്. Here you have the power to say no, but when you do not say no, you fall into that particular sin. അവിടെ നമുക്ക്
അതിനോട് വേണ്ട എന്ന് പറയുവാനുള്ളതായിരിക്കുന്ന അവകാശമോ അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. പക്ഷേ നാം അങ്ങനെ അതിനോട് വേണ്ട എന്ന് പറയാതിരിക്കുന്നതായിരിക്കുന്ന ആ സാഹചര്യം അത് പാപമാണ്. When we mention that the terminologies used are about hunting, about fishing, about bait, it's always an animal instinct which is presented here. അവിടെ നമുക്കറിയാം സാധാരണഗതിയിൽ അവിടെ അതിനുപയോഗിക്കുന്നതായിരിക്കുന്ന വേട്ടയാടുക തുടങ്ങിയതായിരിക്കുന്ന പദങ്ങൾ അതൊക്കെ വാസ്തവത്തിൽ ഒരു മൃഗത്തിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് അഥവാ അതിന്റെ ജന്മവാസനയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Why is James using this? Because of the fact that this is so natural, it is so carnal that you are acting like an animal when you fall into such kinds of sins. അങ്ങനെയുള്ളതായിരിക്കുന്ന പാപങ്ങൾ അകപ്പെടുമ്പോ വാസ്തവത്തിൽ അത് വളരെ ജഡികമായിട്ട് നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും താഴ്ന്ന സ്വഭാവമായിട്ട് ആണ് അത് കാണിക്കുന്നത്. Remember, he is writing this to believers and not to non-believers. വാസ്തവത്തിൽ യാക്കോബ് ഇത് എഴുതുമ്പോൾ താൻ വിശ്വാസികൾക്കാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Or in other words, he is calling you as a practical atheist. താൻ അല്ലെങ്കിൽ പ്രായോഗിക നിരീശ്വരവാദി എന്നാണ് താൻ അങ്ങനെയുള്ളവരെ വിളിക്കുന്നത്. Because these are people who know the truth, but who are saying no to God and who are saying yes to Satan. വാസ്തവത്തിൽ അങ്ങനെയുള്ളവർ വസ്തുതകളെ അറിയാമെങ്കിൽ തന്നെയും അതിനോട് വേണ്ട എന്ന് ദൈവത്തോട് പറഞ്ഞിട്ട് സാത്താന്റെ ഹിതത്തിനനുസരിച്ച് തങ്ങളെ തന്നെ പ്രവൃത്തിയിൽ ആക്കുന്നവർ. In Romans 6, we are reading portion. In Romans 6, we see that how you have to be dead to sin and you have to be alive to God. റോമാലേഖനം 6-ാം അധ്യായത്തിന് 11 മുതലുള്ള വാക്യങ്ങളിൽ നാം പാപത്തിന് എങ്ങനെ മരിച്ചവരായിരിക്കണം എന്ന് നമ്മളോട് വായിക്കുന്നു. And he says, finally, sin shall not be your master. അവസാനം പാപം ഇനി അവനെ വാഴരുത് എന്ന് കാണുന്നുണ്ട്. That is what you need to be and how you need to come out. That you are dead to sin and you are alive in God. നാം വാസ്തവത്തിൽ പാപസംബന്ധമായി മരിച്ചവരായതുകൊണ്ട് നാം ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. The next step in the course of temptation is when it starts developing. എന്നാൽ അടുത്തത് ഇതിൽ തന്നെ നാം ആ പാപത്തിൽ മുതിരുക എന്നുള്ളതാണ്. If you see in verse 15, then the desire has conceived and gives birth to sin. 15-ാം വാക്യത്തിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. Here the terminology is used of a lady being pregnant. ഇവിടെ ഗർഭസ്ഥയായിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ ആ അർത്ഥത്തിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So she is going to give birth, but it is a time process which starts with something small and then starts developing. ഗർഭസ്ഥ ആ സമയം എന്ന് പറയുന്നത് ചെറുതായിട്ട് ആരംഭിച്ച് അത് പിന്നെ പ്രസവത്തിലേക്ക് എത്തുന്നതായിരിക്കുന്ന ഒരു വലിയ സങ്കീർണമായിരിക്കുന്ന വളർച്ചയുണ്ട്. Little sin starts to get into something which is bigger. സാധാരണഗതിയിൽ വളരെ ചെറിയതായ രീതിയിൽ തുടങ്ങുന്ന പാപം അത് പിന്നെ മുഴുത്തിട്ട് വലിയ പാപമായിട്ട് അത് പരിണമിക്കാറാണ് ചെയ്യുന്നത്. A little sin can turn into an addiction. ഒരുപക്ഷെ അല്പം ചെറിയ പാപങ്ങൾ അത് നമ്മെ അഡിക്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. A little gossip can turn into a division. ചെറിയ അന്യോന്യമുള്ളതായിരിക്കുന്ന അടക്കം പറച്ചിൽ അത് വലിയ പ്രശ്നങ്ങളായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. Maybe a little anger can turn into hatred. ഒരു ചെറിയ ഒരു ദേഷ്യം അത് വലിയ പകയ്ക്ക് കാരണമാകാനിടെ സാധ്യതയുണ്ട്. A little lust can turn it into adultery. ഒരു ചെറിയ മോഹം അതൊരു പക്ഷേ വ്യഭിചാരത്തിലേക്ക് കടക്കുവാനായുള്ള സാധ്യതയുണ്ട്. As Paul says, a little leaven can turn the entire lump into leaven. പൗലോസ് പറയുന്നത് പോലെ അല്പം പുളി അത് വലിയ ഒരുപാട് കാര്യങ്ങളെ പുളിപ്പിക്കുന്നതായിട്ട് നമുക്ക് പൗലോസ് പറയുന്നുണ്ട്. It starts with very little, but then this child grows before delivery. ഒരു ചെറിയതായിട്ടാണ് ആരംഭിക്കുന്നതെങ്കിലും എന്നാൽ അതൊരു മുഴുത്ത
പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞായിട്ടാണ് അത് ജനിക്കുന്നത്. When we saw trials, we saw that when you go to trials, when you persevere to it, that develops into maturity. നാം പരീക്ഷകൾ അകപ്പെടുമ്പോ, നാം അത് അനുഭവിക്കുമ്പോ നാം നമ്മെ തന്നെ മച്യൂരിറ്റിയിലേക്ക്, പൂർണ്ണ വളർച്ചയിലേക്ക് നാം വരുവാനായിട്ട് ഇടയാകും. And how it develops your character and how it improves you to be better and be more perfect and complete. അത് നമ്മുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കും. നാം ശരിയായ നിലയിൽ പൂർണ്ണതയുള്ളവരായിട്ട് വരുവാനായി അങ്ങനെയുള്ള പരീക്ഷകൾ മുഖാന്തരമായി തീരും. But here also we see a process which leads to a child growing before the birth that goes on and ultimately that leads to death. എന്നാൽ ഇവിടെ ഒരു കുഞ്ഞ് അത് മാതാവിന്റെ വയറ്റിലുണ്ടായി, എന്നാൽ അത് പൂർണ്ണ വളർച്ച എത്താതെ ആ കുഞ്ഞ് വെളിയിലേക്ക് വരുന്നതായിരിക്കുന്ന ആ അനുഭവം വാസ്തവത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന മോഹങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക് മുഖാന്തരം ഇടയായിത്തീരും. So finally, when the lady gives birth, she gives birth to a stillborn child who is dead. അങ്ങനെയുള്ളതായിരിക്കുന്ന ചാപിള്ളകളെ പ്രസവിക്കുന്ന ആ മാതാവ് അങ്ങനെയുള്ള മാതാവ് അവൾ ജീവനില്ലാത്തതായിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്. Death does not mean that it does mean that you are separated from God. മരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന അർത്ഥത്തിലല്ല. There is a sense of emptiness within us. നമ്മിലുള്ളതായിരിക്കുന്ന ഒരു ശൂന്യതാ ബോധമാണ് അത്. But we also need to understand this is not talking about your salvation is lost because you fall into temptation. അതിന്റെ അർത്ഥം നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു എന്നുമല്ല. It means that you will have little deaths in different parts of your life. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ അകപ്പെട്ടു കഴിയുമ്പോൾ നാം ചെറിയ മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. If I sin with my eyes, there are certain portions in my life which is separating myself from God, where I'm separating myself and I am dead in that particular area in my life. നാം ഒരുപക്ഷെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് പാപം ചെയ്താൽ എന്റെ ജീവിതത്തിൽ ദൈവത്തോട് അകന്നു നിൽക്കുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ എന്നിലുള്ളതായിരിക്കുന്ന ചില ഭാഗങ്ങൾ അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് മരിച്ചതായിരിക്കും എന്നുള്ളതാണ്. There's an example I read of a spider that you see in South Africa. സൗത്ത് ആഫ്രിക്കയിലുള്ളതായിരിക്കുന്ന ഒരു സ്പൈഡറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിക്കാനിടയായി. This spider eliminates a fluorescent light, especially when it's in the jungle. ഈ ചിലന്തി അത് കാട്ടിലായിരിക്കുമ്പോ ഒരു പ്രകാശം അത് പരത്തും. And it attracts other insects and moths towards it because it comes because of that light. ആ പ്രകാശ മുഖാന്തരം മറ്റ് ചെറിയ പ്രാണികൾ ഈ ചിലന്തിയുടെ അടുക്കിലേക്ക് കടന്നു വരാനിടയാകും. And ultimately it captures it and it puts it out to death. ആത്യന്തികമായിട്ട് ചിലന്തി ആ ചെറിയ ജീവികളെ അതിനെ എടുത്തിട്ട് അതിനെ കൊല്ലുന്നതായിട്ട് മനസ്സിലാക്കാം. Temptation can also bring physical death. വാസ്തവത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രലോഭനങ്ങൾ നമ്മുടെ ശാരീരികമായിരിക്കുന്ന മരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോയി എന്ന് വരാം. We are not saying that all deaths leads to physical death. വാസ്തവത്തിൽ നമ്മുടെ എല്ലാ പ്രലോഭനങ്ങളും അല്ലെങ്കിൽ എല്ലാ മരണവും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. I think when Gottlingel had taken the portion about Lord's table, he said those who partake of the Lord's table in an unlawful manner, that can lead to sickness and ultimately even to death. We read that in 1 Corinthians chapter 11. 1 Corinthians 11 അധ്യായത്തിൽ നാം അപ്പം എടുക്കുമ്പോൾ, അപ്പത്തിൽ നിന്ന് പാനപാത്രത്തിൽ പങ്കെടുക്കുമ്പോൾ അത് അയോഗ്യമായി പങ്കെടുത്താൽ അത് ഒരുപക്ഷെ നമ്മെ മരണത്തിലേക്ക് നയിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. So we see how the descent happens in the life of a Christian when he goes through temptation. അങ്ങനെയുള്ളതായിരിക്കുന്ന പരിശോധന കടന്നു പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു വിശ്വാസിയുടെ തന്റെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Going on to the resource, what is the resource?
when we go to temptations. നമുക്ക് ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിലേക്ക് പോകുവാനുള്ളതായിരിക്കുന്ന വിഭവം അഥവാ മാർഗം എന്താണ്? Can we read the verses 16 to 18 once more? 16 മുതൽ 18 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. So first, James says that verse 16, he summarizes and it starts all with deception. So don't be deceived. അവിടെ 16 വാക്യത്തിൽ അവിടെ യാക്കോബ് പറയുന്നത് ഇതിന്റെ എല്ലാ ആരംഭം വഞ്ചിക്കപ്പെടുക എന്നുള്ളതാണ്. So don't be deceived. നാം വഞ്ചിക്കപ്പെടരുത്. Then he moves on to verse 17 and he talks about the good and the perfect gift. 17 വാക്യത്തിൽ നല്ല ദാനവും തികഞ്ഞ വരം എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയുകയാണ്. So he says that there are a lot of gifts that come from God, but every good and perfect gift comes down from the Father of lights. പല ദാനങ്ങൾ നമുക്ക് ദൈവത്തിൽ ലഭിക്കും, പക്ഷേ എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. Every good thing that you and me enjoy in our lives, understand this is coming from the Father who wants good for us. നമ്മുടെ പിതാവിന് തനിക്ക് ഹിതകരമായിരിക്കുന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവിടം നമ്മുടെ പിതാവ് താൻ തന്നെയാണ്. We talked about the example of temptation and what happened to David. ദാവീദിനുണ്ടായതായിരിക്കുന്ന പ്രലോഭനത്തെ കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. And when Nathan confronts David, he mentions a particular thing. അവിടെ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് സംസാരിക്കുമ്പോൾ താൻ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. 2 He explains the sin that he does. താൻ അവിടെ ദാവീദ് ചെയ്തതായിരിക്കുന്ന പാപത്തെ കുറിച്ച് നാഥാൻ ഓർപ്പിക്കുന്നു. And he says that God gave you all. He gave you a family, he gave you Israel, he gave you Judah, he gave you rice. And if that was not enough, he would have given you even more. അവിടെ നാഥാൻ പ്രവാചകൻ പറയാണ് ദാവീദിനോട്, നിനക്ക് ദൈവം എല്ലാം നൽകി, വിവിധമായിരിക്കുന്ന ഗോത്രങ്ങളെയും നൽകി, ഇനി അത് പോരാ എന്ന് പറഞ്ഞാൽ ദൈവം കൂടുതൽ നൽകുമായിരുന്നു. But then why did you do this? എന്നാൽ നീ എന്തുകൊണ്ടാണ് ഈ പാപം ചെയ്തത്? Often lured by the gifts what Satan has to offer rather than going for the gifts and perfect gifts that God has to offer. ദൈവം നൽകുന്ന തികഞ്ഞ വരങ്ങളെ നോക്കാതെ സാത്താൻ നൽകുന്നതായിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ നാം പ്രലോഭിതരായി പോവുകയാണ് ചെയ്യുന്നത്. We should always, another thing that we need to always remember in our lives, that good and perfect gives us not only the good things that we enjoy in our lives. നാം വേറെ കാര്യം ഓർക്കേണ്ടത്, തികഞ്ഞ വരം, നല്ല ദാനവും തികഞ്ഞ വരവും അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതായി തോന്നുന്നതാവണം എന്നില്ല. If you see in life of Paul, when he says in Philippians 1 verse 29, when he's going through suffering, he's saying that it was given to me to suffer. വാസ്തവത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പി ലേഖനം 1:29 വാക്യത്തിൽ അവിടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം തനിക്ക് അത് നൽകിയതാണ് എന്ന് അവിടെ താൻ പറയുന്നുണ്ട്. Even in 2 Corinthians chapter 12, we see that he was taken up to the third heaven. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ തന്നെ 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തിയ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. After the vision, he talks about, yet it was given to me, that this thorn was given in my flesh. It was given to me. അവിടെ ഈ മുള്ള എന്റെ ശരീരത്തിൽ നൽകിയിരിക്കുന്നത് അത് ദൈവം എനിക്ക് നൽകിയതാണ് എന്ന് താൻ പറയുന്നുണ്ട്. To make me humble. അവിടെ എന്നെ എളിമപ്പെടുത്താനായിട്ട്. So there are certain things that are given to us by God where we do not understand what it means or how this is a duty of blessing, but God ultimately does it for our very good. വാസ്തവത്തിൽ ദൈവം നമുക്ക് നൽകുന്ന പല കാര്യങ്ങളും അത് എന്തുകൊണ്ടാണ് നമുക്ക് നൽകിയത്, എന്താണ് അതിന്റെ ആവശ്യകത എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല എന്ന് വന്നാലും ആത്യന്തികമായിട്ട് അത് നമ്മുടെ നന്മയ്ക്കായിട്ടായിരിക്കും ഉണ്ടാവുക. So God is the Father. Another term for God is He's the Father of lights. The terminology is used taken from the creation. വാസ്തവത്തിൽ ഉൽപ്പത്തിയിൽ നിന്ന് എടുത്തതായിരിക്കുന്ന ഒരു പദമാണ്, ദൈവത്തിന്റെ വേറൊരു പദമാണ് വെളിച്ചങ്ങളുടെ പിതാവ്. Where there is no shadow in Him. അവനിൽ യാതൊരു നിഴലുമില്ല.
Yeah. So he is constant in his attributes. There is no change in him, and he is always the same yesterday, today, and forever. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യമല്ല. He did this. Another terminology that you will see is he talks about the kind of first fruits. വേറൊരു വാക്ക് താൻ ഇവിടെ ഉപയോഗിക്കുന്നത് ആദ്യഫലം എന്നുള്ളതായിരിക്കുന്ന വാക്കാണ്. So the first fruits is something that is given in the early part of your the harvest. വാസ്തവത്തിൽ കൊയ്ത്തിന്റെ ആദ്യം ലഭിക്കുന്നതാണ് ആദ്യഫലം. Generally, one of the first harvest is generally the barley, which is given. അവിടെ വാസ്തവത്തിൽ ആദ്യം കൊയ്യപ്പെടുന്നത് യഹൂദന്മാരുടെ മധ്യ യവക്കൊയ്ത്താണ്. You see the festival of the first fruits. യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ആ ഉത്സവം, the festival of the first fruits is done on the day after the Sabbath. After the Sabbath, in after the Passover. പെസഹ കഴിഞ്ഞിട്ട് ശബത്ത് കഴിഞ്ഞിട്ടാണ് ഈ ആദ്യഫല കറ്റയുടെ ഉത്സവം ആചരിക്കുന്നത്. So you see in Jesus death and resurrection was during the Passover time. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഉയർത്തെഴുന്നേൽപ്പ് അത് പെസഹ കാലയളവിലാണ് എന്ന് നമുക്കറിയാം. So the day after the Sabbath, after Jesus died, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, so the day after the Sabbath was day of Jesus' resurrection. അത് കഴിഞ്ഞിട്ടുള്ള ശബത്ത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. So that is why in 1 Corinthians 15, Paul says that he is the first fruit. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അവൻ ആദ്യഫലം, കർത്താവായ യേശുക്രിസ്തു ആദ്യഫലമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. He is the first fruits of those who have fallen asleep. മരിച്ചവരുടെ ഇടയിൽ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Because he is the first fruit that is done. The timing is perfect, and those who Jesus is first one who is resurrected and never died. നമ്മൾ പലരും ഇതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എങ്കിലും കർത്താവായ യേശുക്രിസ്തു താൻ മാത്രമേ ഉള്ളൂ ഉയർത്തെഴുന്നതിന് ശേഷം പിന്നീട് മരിക്കാതിരുന്ന വ്യക്തി. And here another terminology that James is saying that the early church was also a kind of the first fruit. The early church, the persecuted church, was also a part of the early church, was a part of the first fruits to Christ. വാസ്തവത്തിൽ ഇവിടെ യാക്കോബ് പറയുമ്പോൾ ആദിമസഭ അതും ഒരർത്ഥത്തിൽ കർത്താവിന് ഒരു ആദ്യഫലം തന്നെയാണ്. You see the word kind of used again in Genesis. ഉൽപ്പത്തി പുസ്തകത്തിലും അങ്ങനെ ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും, കൈൻഡ് എന്നൊരു വാക്ക്. No, during the day of creation, from day 1 to day 6, he says he made everything of its kind. അവിടെ അതാത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 1-ാം അധ്യായത്തിൽ അതാത് തരം എന്ന് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. So God made everything of its own kind. ദൈവം ഓരോന്നിനെയും അതാത് തരത്തിലാണ് സൃഷ്ടിച്ചത്. But mankind was one of its kind. എന്നാൽ മനുഷ്യവർഗം എന്ന് പറയുന്നത് അതിൽ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു തരമാണ്. So that is the terminology that is taken from there and used in this verse. എന്നാൽ യാക്കോബ് അവിടെ നിന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദവും അവിടെ നിന്ന് എടുത്ത പദമാണ്. But ultimately, when we saw a lot of these and we saw what God has done for us, we understand always that where is our destiny. വാസ്തവത്തിൽ പല വിധത്തിലുള്ളതായിരിക്കുന്ന ഇംഗ്ലീഷിൽ ഡി കൊണ്ട് ആരംഭിക്കുന്ന പല വാക്കുകൾ നമ്മൾ കണ്ടു. നമ്മൾ ആത്യന്തികമായി നാം എങ്ങോട്ടാണ് പോകുന്നത്? So our destiny is certain because our destiny is with the risen Lord. നാം ആത്യന്തികമായിരിക്കും നമ്മുടെ ലക്ഷ്യം അത് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാമോ? നാം ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് കൂടെയാണോ നമ്മുടെ ലക്ഷ്യം? So we need to say no to our temptations. അതുകൊണ്ട് നമ്മുടെ പ്രലോഭനങ്ങളോട് നാം വേണ്ട എന്ന് പറയേണ്ടത് ആവശ്യമാണ്. Just few more points. When Jesus was tempted, you could read that in Luke 4 verse 13.
ലൂക്കോസ് 4:13 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. It's very, if you can read that in Malayalam. ലൂക്കോസ് 4:13. അങ്ങനെ പിശാചു സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. So it is mentioned in English, it is done at the opportune time. ഇംഗ്ലീഷില് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് സംഭവിച്ചത് അതിനുള്ളതായിരിക്കും അനുകൂല സന്ദർഭത്തിലാണ് എന്ന അർത്ഥത്തിലാണ്. Means that he was left alone till and given opportunity, other opportunities was received. പിശാച് ഇനിയൊരു സന്ദർഭം തനിക്ക് ഉണ്ടാകുന്നത് വരെ കർത്താവിനെ അങ്ങനെ വിട്ടു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. The temptations in our lives happen during very specific or generally specific circumstances. നമുക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് പ്രലോഭനങ്ങളിൽ നാം അകപ്പെടുന്നത്. Looking at Jesus' temptation, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരീക്ഷയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ he was tempted when he was alone. കർത്താവായ യേശു ക്രിസ്തു തനിയെ ആയിരുന്നു. He was tempted when he felt empty, when he was hungry, when he was fasting. He was tempted during that time. താൻ വിശന്ന് ദാഹിച്ചിരിക്കുന്ന സമയത്താണ് പരീക്ഷയിൽ അകപ്പെട്ടത്. He was tempted also in a time when he received the baptism from the John baptism, the revelation from him, even at a point when he felt he was successful. താൻ ഇത് പരീക്ഷയിൽ അകപ്പെടുന്നത് തൊട്ടു മുമ്പ് യോഹന്നാന്റെ കയ്യാൽ താൻ സ്നാനം സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് തനിക്ക് വേണ്ടതായിരിക്കുന്ന ആ വാക്കുകളൊക്കെ ലഭിച്ചു താൻ ശക്തിമാന് എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള സമയത്താണ് താൻ ഈ പരീക്ഷയിലേക്ക് കടന്നു പോകുന്നത്. And he was tempted also at the same temptation he was tempted before he had a great opportunity, before the start of his mission work, when he was going out to say about the kingdom of heaven. അവിടെ ഈ പരീക്ഷ അകപ്പെട്ടതിന് ശേഷം താൻ വലിയ തന്റെ പ്രവർത്തനത്തിലേക്ക് പോകുന്നതായിരിക്കുന്ന അനുഭവം അതിന് തൊട്ടു മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. Generally, we are tempted in our worst points, and we are tempted in our highest points. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും നല്ല സമയത്തും അതുപോലെ നമ്മുടെ ഏറ്റവും മോശമായ സമയത്തുമായിരിക്കാം ഇതിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം നാം പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നത്. What is the solution? അതിനുള്ളതായ പ്രതിവിധി എന്താണ്? We need to say no to deceptions. അങ്ങനെയുള്ള വഞ്ചനയ്ക്ക് നമ്മള് നോ എന്ന് പറയണം. We have to flee. That this Sunday also we heard. We have to flee and we have to pursue what is righteous, what is good, and what is loving. നീതിയായി ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നാം പോകണം, മറ്റുള്ളത് നാം ഓടണം എന്നുള്ളതാണ്. We have to walk in the spirit. We read in Galatians. നാം ആത്മാവിൽ നടക്കണം. We have to resist the devil and he shall flee from you. നാം പിശാചിനോട് എതിർത്ത് നിൽക്കണം, അവനിൽ നിന്ന് നാം ഓടിപ്പോകണം. We should always remember that we have an advocate who is always there by our side, even when we sin, when we fall and falter. Because Satan is the accuser, but we always remember we have an advocate on our right, in our right hand. നാം എപ്പോഴും ഓർത്തിരിക്കണം, നമുക്ക് വേണ്ടി അവിടെ ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. നാം പാപം ചെയ്താലും പാപം ചെയ്യാത്ത സമയത്തും ഏത് സമയത്തും നമുക്ക് വേണ്ടി അവിടെ ഒരു മധ്യസ്ഥൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. Also remember another portion in Hebrews 3 verse 12 and 13 is when you go through temptations and when you go through struggles, remember that you should exhort one another. You read that in Hebrews 3 verses 12 and 13. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലെ 12-13 വാക്യങ്ങളിൽ നാം അന്യോന്യം പ്രബോധിപ്പിക്കണം എന്നുള്ളതാണ് അവിടെ കാണുന്നത്. Exhort each other, and when you go today when you face it, when you today face certain temptations, you should exhort each other so that you're uplifted. That is why we have a church, that is why we have a community when we face temptations. Not to share it to the entire world, but to trust on other brothers and sisters that you can trust to share your temptation so that you will be able to come out through it. നമുക്കുണ്ടായിരിക്കുന്ന പ്രലോഭനങ്ങൾ, അങ്ങനെയുള്ളതായിരിക്കുന്ന സാധ്യതകൾ, അത് നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിയുന്ന സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ പറയുകയും അതിനുവേണ്ടിയാണ് നമുക്ക് സഭയൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെ അന്യോന്യം നാം ഒരാളെ ധൈര്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. So what is the way out through all of this? ഇതിൽ നിന്നെല്ലാം ഒരു പോംവഴി എന്താണ്?
we read that in 1 Corinthians 10, where it mentions three things. Because of lack of time, not going through it, but it basically says three things there. അവിടെ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. When you go through temptation, understand this is very normal. ഒന്നാമത് നമ്മൾ മനസ്സിലാകേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ അകപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ സംഭവിക്കുന്നതായ വിഷയമാണ്. There is no temptation that has befelt you that is not common unto man. മനുഷ്യർക്ക് നടപ്പില്ലാത്തതായിരിക്കുന്ന ഒരു പരീക്ഷയും ആർക്കും ഉണ്ടാകുന്നില്ല. And no temptation is given to you that is not bearable by you. അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ളതായിരിക്കുന്ന ഒരു പരീക്ഷയും ആർക്കും സംഭവിക്കുന്നില്ല. And God will always give you an escape route. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് എപ്പോഴും അതിൽ രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന ഒരു മാർഗവും നമുക്ക് നൽകും എന്നുള്ളതാണ്. A perfect example we always think is the life of Joseph when he went through lot of tests, lot of trials and lot of temptations. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം യോസേഫിന്റെ ചരിത്രമാണ്. താൻ വ്യത്യസ്തമായിരിക്കുന്ന പ്രലോഭനങ്ങളുടെ പരീക്ഷകളിൽ കടന്നുപോയവനാണ്. And often we always say in Genesis chapter 15 verse 20, we always say that particular verse. ഉൽപ്പത്തി പുസ്തകം 15-20 വാക്യത്തിൽ നാം ഈ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. And we say that what you meant for evil, God meant for good. അവിടെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ 50-ാം വാക്യം 15-ന്റെ 50 ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ എനിക്ക് 50-ന്റെ 20-ാം വാക്യം, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ച് ദൈവമോ എന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്താൻ അതിനെ ഗുണമാക്കി തീർത്തു. So that many people will be alive. അതുകൊണ്ട് അനേകർക്ക് ജീവിക്കുവാനായിട്ട് അത് മുഖാന്തരമായി തീർന്നു. So ultimately when we go through tests or temptations, understand this is with the permission of God. നാം പരീക്ഷയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. But always remember one more thing, that you need to turn your eyes unto Jesus. എന്നാൽ നാം ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് ഉയർത്തേണ്ടത് ആവശ്യമാണ്. You might see that this is darkness, you don't see light in front of you, you don't see the Father of lights, but always look for the Father of lights, your Savior. വാസ്തവത്തിൽ നമുക്ക് ചുറ്റും അന്ധകാരമായിരിക്കും നാം ഒരുപക്ഷെ കാണുന്നത്. ഒരു പ്രകാശത്തിന്റെ തരി പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ പ്രകാശത്തിന്റെ പിതാവിങ്കിലേക്ക് നാം നോക്കേണ്ടത് ആവശ്യമാണ്. You might see that I have come to the point of death. Probably certain points in your life you feel dead or you feel separated from God, but understand your God, your Savior is always there to receive you. You just need to flee from your lust. You need to flee from all that you're going through into the arms of the loving God. നാം ഒരുപക്ഷെ ചിലപ്പോ മരണത്തിന്റെ അനുഭവത്തിലൂടെ ആ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയി എന്ന് വരാം. അങ്ങനെയുള്ളതായിരിക്കും സമയങ്ങളിൽ നാം നമ്മുടെ സ്വന്തം മോഹങ്ങളിൽ അകന്ന് നാം ദൈവത്തോട് അടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. Let us turn our eyes unto Jesus and look to his wonders. നമ്മുടെ കണ്ണുകൾ നമ്മുടെ കർത്താവിലേക്ക് ഉയർത്തി നമ്മൾ കർത്താവിലേക്ക് നോക്കണം. May his name be glorified. അവന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.